ഹായ് ഡിയേഴ്സ്. ഇന്ന് നടന്ന 10th പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 28 ഡിസംബർ 2024 നടന്ന 10th പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് കോഡ് എ ആണ്. അതിൽ 81 മുതൽ 100 വരെ ആയിരുന്നു മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എന്താകും? അപ്പം സമചതുരം അതായത് സ്ക്വയർ ആണ്. അപ്പം സ്ക്വയറിന്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ക്വയർ ആയതുകൊണ്ട് സമചതുരമായതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും സെയിം ആയിരിക്കും. അപ്പം രണ്ടും 1 മീറ്റർ ആയിരിക്കും. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ആ തുണിയുടെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു തുണിയുടെ നീളം എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ നീളവും വീതി എന്താ? ഇതിന്റെ പകുതിയാണ്. അപ്പൊ 1 മീറ്ററിന്റെ പകുതി എന്ന് പറയുന്നത് 1/2 മീറ്റർ. 0.5 1/2 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ളതാണ് പുതിയ തുണി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഏരിയ എന്തായിരിക്കും? 0.5 × 0.5 എന്ന് പറയുന്നത് 0.25. അപ്പൊ 0.25 മീറ്റർ സ്ക്വയർ ഉള്ള തുണിയാണ് പുതിയത്. അതിന് എത്ര രൂപയാവും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപയാണെങ്കിൽ 0.25 എന്തായിരിക്കും? 0.25 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 ആണെങ്കിൽ 0.25 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇൻറ്റു 100 ചെയ്താൽ മതി. 0.25 × 100 അപ്പൊ എത്ര കിട്ടും? 25 റുപ്പീസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 25 രൂപയാണ് കറക്റ്റ് ആൻസർ. 82ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ഡിവൈഡഡ് ബൈ 4 = 3 വരുന്നത്? അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻസും മാറ്റി ഇട്ട് നോക്കുക. അപ്പം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. 5 + 3 × 8 മൈനസിന് പകരം എന്ത് കൊടുക്കുന്നു? ഡിവിഷൻ. മൈനസും ഡിവിഷനുമാണ് ഇവിടെ മാറ്റിയിടുന്നത്. അപ്പം 8 ഡിവൈഡഡ് ബൈ 12 - 4 ചെയ്യുമ്പോൾ 3 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ 4 ഓപ്പറേഷനും വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ബോഡ് മാസ് റൂൾ ആണ്. ബോഡ് മാസ് റൂൾ എന്താ പറയുന്നത്? ബോഡ് മാസ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതാണ് BO എന്ന് പറയുന്നത്. അതിനുശേഷം ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ളത് ആദ്യം ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ദെൻ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യാനുള്ളത്. 8/12 8/12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് ചെറുതാക്കാം. അപ്പൊ 5 + 3 × 8/12 - 4. 8നെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. 12നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പം 2/3 എന്ന് കിട്ടി. ദെൻ അടുത്തത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പം 3 × 2/3 3യും 3യും ക്യാൻസൽ ചെയ്തു പോയി. ദെൻ അഡീഷൻ. 5 + 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 - 4 ചെയ്യുമ്പോൾ 7 - 4 ചെയ്യുമ്പോൾ 3 കിട്ടി. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യണം, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, അതിനുശേഷം വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ. 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് HCF × LCM is equal to A × B. HCF LCM എന്ന് പറഞ്ഞാൽ എന്താ? ലസാഗു, ഉസാഗ. A എന്ന് പറയുന്നത് ഒരു സംഖ്യ, B എന്ന് പറയുന്നത് അടുത്ത സംഖ്യ. രണ്ട് സംഖ്യകളും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലസാഗുവിന്റെയും ഉസാഗയുടെയും പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പം ലസാഗു ഉസാഗയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 60 × 3 is equal to ഒരു നമ്പർ A. നമുക്ക് 12ന് ഇത് A ആണെന്ന് കൊടുക്കാം. അപ്പൊ B ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 12 × B.
സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ബി ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12. 16 12 കൂടെ കട്ട് ചെയ്ത് പോകും, 5 വരും. ദെൻ 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 50. അപ്പം ആൻസർ എത്രയാണ്? രണ്ടാമത്തെ സംഖ്യ 15. അടുത്ത ക്വസ്റ്റ്യൻ 84. റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഒരുപാട് ചെയ്യാനുണ്ടെന്ന് തോന്നും, പക്ഷെ നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിലൊന്ന് നോക്കിക്കേ, ഇത് 15, ഇത് 12. ദെൻ 2 ഇൻറ്റു 15 ഇൻറ്റു 12. ഈ ആദ്യത്തെ നമ്പറിന് ഞാൻ എ എന്ന് കൊടുക്കുക, രണ്ടാമത്തെ നമ്പറിന് ഞാൻ ബി എന്ന് കൊടുക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ ഇതെങ്ങനെ വരും? എയുടെയും ബിയുടെയും ടേംസിൽ എഴുതുവാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നല്ലേ കിടക്കുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണല്ലേ. എ പ്ലസ് ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അതിനൊരു ഹോൾ റൂട്ട് ഉണ്ട്. ഈ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ എന്തേ ഉള്ളൂ? എ മൈനസ് ബി. എ എന്ന് പറയുന്നത് 15 ആണ്, ബി എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 15 മൈനസ് 12 എത്രയാണ്? 3. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു മിശ്രിതത്തിന്റെ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലിമീറ്റർ ആയാൽ പാലിന്റെ അളവ് എത്ര? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് വെള്ളം ഞാൻ ജസ്റ്റ് W/M എന്ന് എഴുതുവാണെങ്കിൽ 4:5 ആണ്. 4:5 ആണ്. അതില് വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 80 ആണ്. അങ്ങനെയാണെങ്കിൽ പാലിന്റെ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? പാലിന്റെ അളവെന്ന് പറഞ്ഞാൽ 80/4 ഇൻറ്റു 5 എത്ര കിട്ടും? 20 ഇൻറ്റു 5 100 മില്ലി ലിറ്റർ. എന്താ ചെയ്യുന്നത്? ഈ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മറ്റേതിന്റെ മറ്റ് അളവ് ഏതാണോ തന്നിരിക്കുന്നത് അതിന്റെ അളവ് ഡിവൈഡഡ് ബൈ അതിന്റെ റേഷ്യോ ഇൻറ്റു എന്തിനെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ റേഷ്യോ ചെയ്താൽ മതി. അടുത്തത് 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2ൽ നിന്ന് 20 കുറച്ചാൽ എത്ര കിട്ടും? അപ്പം 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 എത്രയാ? 8. 32/8 എത്രയാ? 4. 4 ഇൻറ്റു 2 40. 40ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 20 കുറയ്ക്കണം. എത്ര കിട്ടും? 20. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 6.4 സ്ക്വയർ പ്ലസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.8. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമുലയാണ്. അപ്പോഴേക്കും 6.4 പ്ലസ് 3.6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. സോറി 10 ആണ്. ദെൻ 6.4 മൈനസ് 3.6 ചെയ്യണം. 6.4 മൈനസ് 3.6 ചെയ്യുമ്പോൾ 2.8 കിട്ടും. ദെൻ 10 ഇൻറ്റു 2.8 ചെയ്യുമ്പോൾ 28 ആകും. അപ്പൊ മുകളിലത്തെ വാല്യൂന്റെ അതായത് ഇത് 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ എന്ന് പറയുന്നത് 28 ആണ്. എങ്ങനെയാ വന്നത്? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പൊ എ പ്ലസ് ബി ചെയ്തപ്പോൾ 10 കിട്ടി. ഇൻറ്റു എ മൈനസ് ബി ചെയ്തപ്പോൾ 2.8 കിട്ടി. 2.8 ഇൻറ്റു 10 28 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? 2.8 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓപ്ഷൻ ബി 10. അടുത്ത ക്വസ്റ്റ്യൻ 88. 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ചുറ്റളവ് എന്ന് പറഞ്ഞ പെരിമീറ്റർ. അപ്പം സമഭുജ ത്രികോണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിനും ഒരു സൈഡ് 16.3 ആണെങ്കിൽ എല്ലാ സൈഡും അത് തന്നെയായിരിക്കും. അപ്പം അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഒരു വശം ഇൻറ്റു 3 ചെയ്താൽ മതി. എത്ര കിട്ടും? 48.9. ഇനി സമചതുരത്തിന്റെ ചുറ്റളവ്, സമചതുരത്തിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. അപ്പം
12.1 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിന്റെ ചുറ്റളവ് കിട്ടും. 4, 8, 48.4. അപ്പൊ ഇവരുടെ വ്യത്യാസം, അതായത് 48.9 മൈനസ് 48.4 എത്ര കിട്ടും? 0.5 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളുടെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യ നോട്ടിന്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ എത്രയായിരിക്കും? അപ്പൊ മൊത്തം എത്ര നോട്ടുണ്ട്? 60 നോട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നോട്ടിന്റെ നമ്പർ 7575 ആണ്. അങ്ങനെയാണ് അടുത്ത ക്രമത്തിലാണെന്ന് പറയുമ്പോൾ അടുത്തത് എന്തായിരിക്കും? 7576 ആയിരിക്കും. അടുത്തത് 7577 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 60ാമത്തെ നോട്ട്, അപ്പൊ ഇത് ഒന്നാമത്തെ നോട്ടല്ലേ? അപ്പം ഇതേ പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത നോട്ടിന്റെ നമ്പർ കിട്ടും അല്ലേ? 7576. മൂന്നാമത്തെ നോട്ടിന്റെ എണ്ണം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7572നോട് 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 7577 കിട്ടും. മൂന്നാമത്തെ നോട്ടിന്റെ നമ്പർ അറിയണമെങ്കിലോ ഒന്നുകൂടെ ഞാൻ പറയാം. 7575 എന്നാണ് ഒന്നാമത്തെ നോട്ടിന്റെ നമ്പർ. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ നോട്ടിന്റെ നമ്പർ കിട്ടും. ഇതിന്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ നോട്ടിന്റെ നമ്പർ കിട്ടും. നാലാമത്തെ നോട്ടിന്റെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7575ന്റെ കൂടെ 4 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 7578 കിട്ടും. അപ്പം ഇതിന്റെ കൂടെ 1 കൂട്ടിയപ്പോ രണ്ടാമത്തേന്റെ കിട്ടി, ഒന്നും കൂടെ കൂട്ടിയപ്പോ മൂന്നാമത്തേന്റെ കിട്ടി, 3 കൂട്ടുമ്പോൾ നാലാമത്തേന്റെ കിട്ടും. അങ്ങനെയാണ് 60ാമത്തെ നോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്ലസ് 60 അല്ല ചെയ്യേണ്ടത്, 59 ആണ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. 59 ചെയ്യാനുള്ള കാര്യം എന്താ? ഇതാണ് ഒന്നാമത്തെ നോട്ട്. പിന്നെ അടുത്ത നോട്ടുകൾ എണ്ണി 59ാമത്തെ നോട്ടാണ് 60 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ 59, 7575ന്റെ കൂടെ 59 ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 7634. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വിട്ടുപോയ പദസംഖ്യ ഏത്? അത് എളുപ്പമുള്ളൊരു പാറ്റേൺ ആയിരുന്നു. 1ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 5 കിട്ടും. 5ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 11 കിട്ടും. 11ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 19 കിട്ടും. 19ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ 29 കിട്ടും. അപ്പൊ 29ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ എന്ത് നമ്പർ കിട്ടും? അതായിരിക്കും ആൻസർ. അത് ആൻസർ 41 ആണ്. ഇനി അതിന്റെ കൂടി നമുക്ക് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി അതിന്റെ കൂടെ അടുത്ത ഇരട്ട സംഖ്യ ഏതാ? 14 കൂട്ടി നോക്കാം. അപ്പൊ എത്ര കിട്ടും? 55 കിട്ടും. ഇനി ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്ന UROV എന്നെഴുതിയാൽ എങ്കിൽ സോർ എന്ന വാക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ രണ്ടുപേരും ഇപ്പം ഫയലിലെ ലെറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇത് വരുന്നത്, അതായത് ഇപ്പം ABCD എന്ന് അങ്ങനെ എഴുതി പോവാണ്. FEFGHIJKLMN നമുക്ക് ആവശ്യമുള്ള ഫയലിലെല്ലാം കിട്ടി അല്ലേ? അപ്പം ഇതൊരു ഓർഡർ ABCDEF ഇങ്ങനെയാണ് ഈ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വേർഡ് എന്ന് പറയുന്നത്. ഇനി അത് എഴുതിയേക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ റിവേഴ്സ്, അതായത് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നേരെ റിവേഴ്സിൽ എഴുതണം. ZYXWVU അങ്ങനെ എഴുതുമ്പോ അങ്ങനെ എഴുതി പോകുമ്പോഴേക്കും ഇവിടെയാണ് V വരേണ്ടത്. VU TSR RS QP ONM ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എഴുതുക. എന്നിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ഏതാന്ന് നോക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേർഡിന്റെ ലെറ്റർ നോക്കേണ്ടത് കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിലും ആൻസർ വരേണ്ട വേർഡിന്റെ ലെറ്റർ നോക്കേണ്ടത് ഓപ്പോസിറ്റ് ആൽഫബറ്റിലാണ്. അപ്പൊ നോക്കാം. PQ നമുക്ക് വേണ്ടത് RSTU വരെ നമുക്ക് വേണം അല്ലെ? സോറ് വരെ വേണം. അപ്പം തിരിച്ചെഴുതുമ്പോൾ NLKJIHGF നോക്കാം. ഫയലിന്റെ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് U, ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R, എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് O, ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V. അതുപോലെ സോറിന്റെ നോക്കാം. സോറിന്റെ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് H, ഓയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് L, യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് F, ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് I. അപ്പം HL
FI. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.